ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എന്റെ വൈഫിന് കൊടുക്കുമ്പോ നമ്മളെ സ്പെഷ്യൽ ആളല്ലടോ, അപ്പൊ നമ്മള് ഏറ്റവും നല്ലത് കൊടുക്കാൻ ശ്രമിക്കും. ഫുഡ് കേസ് പറയാന് വേറെ ഒന്നുമില്ല, വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. ഇപ്പം കുറച്ച് ദിവസങ്ങളായി ഈ ബ്ലോഗുകളൊക്കെ കുറവായത് കൊണ്ട് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ട്. അപ്പം മാഷാ അല്ലാ ഇന്ന് ഇപ്പം ഞാനും ഷെമിയും ഇപ്പം കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 7 വർഷം ആയി ഗൈസ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞങ്ങളടുത്ത് പറഞ്ഞത് കല്യാണം കഴിഞ്ഞിട്ട് വെറും ഒരു 3 മാസമൊക്കെ ഇത് പോവും, അധികമൊന്നും മുന്നോട്ട് പോണ കാര്യമല്ല എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞൊരു കാര്യമായിരുന്നു. അപ്പം അൽഹംദുലില്ലാ ഒരുപാട് പ്രശ്നങ്ങൾക്കും എന്താ പറയുക ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഇതിലൊക്കെ എൻ്റെ കൂടെ നിന്ന് ഷെമി ഇപ്പോൾ 7 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വ്ളോഗും പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ നിങ്ങളതായിട്ടുള്ള സപ്പോർട്ടും എല്ലാം ഉണ്ട്. അത് വേറൊരു വശം. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും, അത് വേറൊരു വശം. പക്ഷെ അതിൻ്റെയൊക്കെ ഇടയിൽ നമ്മളതായിട്ടുള്ള ഹാപ്പിനെസ് കണ്ട് അങ്ങനെ മുന്നോട്ട് പോവുക. പിന്നെ ഞാൻ എപ്പോഴും പറയലുണ്ട്, എൻ്റെ അടുത്ത് ചില ആൾക്കാർ ചോദിക്കും ഈ കല്യാണം കഴിച്ചിട്ട് അതെങ്ങനെ മുന്നോട്ട് പോവുമോ അങ്ങനെയൊക്കെ ചോദിക്കലുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും എന്ത് രീതിയിലുള്ള കല്യാണം ആയിക്കഴിഞ്ഞാലും അതൊരു ബാധ്യത ആയിട്ട് എടുക്കാതിരിക്കുക. നമ്മളിപ്പം കല്യാണം കഴിച്ചതിനിപ്പോൾ എന്താ നമ്മൾ രാവിലെ ഫുഡ് കഴിച്ച് ഇറങ്ങില്ല വീട്ടിൽ നിന്ന്, അതുപോലെ നമ്മൾ കല്യാണം കഴിച്ച് ആ ലെവലിൽ അല്ലാണ്ട് ഇതൊരു വലിയൊരു സംഭവമാക്കി എടുത്ത് ഒരു ഉത്തരവാദിത്തമാക്കി എടുക്കുമ്പോഴാണ് നമുക്കിത് വലിയ തലപ്പോകിച്ചിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരിക. ഇത് നമ്മൾ കല്യാണം കഴിച്ച് ആ ഒരു ലെവലിൽ അങ്ങനെ അങ്ങ് പോവുക. പിന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ എപ്പോഴും പോസിറ്റീവ് കണ്ടെത്തുക, നെഗറ്റീവുകൾ ഒഴിവാക്കുക. അങ്ങനെയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് ഇപ്പം ഇങ്ങനെ ഏജിൻ്റെ കാര്യം നല്ല കേട്ടോ, ഏത് കല്യാണം ആയി കഴിഞ്ഞാലും അത് മുന്നോട്ട് പോകാൻ എന്നാലേ പറ്റൂ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഏതായാലും ഇന്നേതായാലും വേണ്ടില്ല, ഷെമിക്ക് ഞാൻ എന്തെങ്കിലും ഒരു സർപ്രൈസ് കൂടി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഇപ്പോൾ ഷെമിൻ്റെ കയ്യിലുള്ള ഫോൺ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഷെമിൻ്റെ അടുത്ത് ഒരു വിവോ ഓപ്പോ അങ്ങനെ എന്തോ ഒന്നാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് മുമ്പായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഷെഫി എനിക്ക് ഒരു ഫോൺ വാണ്ടീനും ഐഫോണിലൊക്കെ എടുത്ത് എൻ്റെ അടുത്ത് ചോദിക്കുക ഐഫോണിലൊക്കെ എടുത്താൽ നല്ല രസമല്ലേ ഫോട്ടോ ഒക്കെ നോക്കാം. അപ്പൊ ഞാൻ ആ ഒരു വലിയ മൈൻഡ് ഞാൻ കൊടുത്തില്ല. പക്ഷെ ഞാൻ അതല്ല ഓക്ക് വേണമെന്ന് തോന്നരുത്. ആ ലെവലിൽ അവൾ ചോദിക്കണേ ഫോണൊക്കെ നല്ല രസമാണ് ഫോട്ടോ ഒക്കെ എടുത്താൽ അങ്ങനത്തെ ലെവലിലൊക്കെയാണ് അവൾ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും അത് വാങ്ങിക്കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടേനും. അപ്പം അൽഹംദുലില്ലാ ഈ സമയത്താണ് ഇപ്പൊ അതിന് പറ്റിയത്. അപ്പൊ ഇന്നിപ്പോ ഏതായാലും ആനിവേഴ്സറി ആണ്. അപ്പൊ അതിനൊരു സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കൂടി ആയിട്ട് കൊടുക്കാന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങളെയൊക്കെ ദുആയും പ്രാർത്ഥനയും ഇനിയും ഉണ്ടാവണം. നമ്മുടെ ഫാമിലി ലൈഫിലായാലും എല്ലാത്തിലും പഠിച്ചവൻ്റെ ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങളെ സപ്പോർട്ടും വേണം, അതുപോലെ തന്നെ പ്രാർത്ഥനയും എല്ലാം വേണം ഇൻഷാ അല്ലാ. അപ്പോൾ ഏതായാലും നമ്മൾ വാങ്ങാൻ പോവല്ലേ. എങ്ങനെ ഓറഞ്ച് ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു നോക്കുമ്പോൾ എത്ര ഉണ്ട് 1 സംതിങ്. പക്ഷേങ്കിൽ ഇവിടെ സാധനം ഇല്ല. ഓറഞ്ച് കളർ, ഓറഞ്ച് അല്ല നല്ലത്. അതെ ഇവിടെ എത്തിക്കാന്ന് പറഞ്ഞാൽ നോക്കട്ടെ എന്ന് പറയും. കാരണം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേറെ കുറെ കളറുകളുണ്ട്. നമുക്ക് വേണ്ടി ഓറഞ്ചാണ്. അതെ അല്ലേ, അവൈലബിൾ വേറെ കുറെ കളറുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട് ഓറഞ്ച് അത് ഇവിടെ അല്ല. ഓഫാക്കിയില്ലടോ, വണ്ടി ഒപ്പാക്കാൻ മറന്നോ. എനിക്ക് ഫോണുമായിട്ട് തിരക്കില് വണ്ടിയൊക്കെ മറന്നുപോയി. വണ്ടി ഒപ്പ് ചെയ്യാൻ മറന്നുപോയി. വിചാരിച്ച സാധനം ഇവിടെ ഉണ്ട്. കാരണം ഓറഞ്ച് ആയതുകൊണ്ട് താമശ്ശേരി ഞാൻ നോക്കിയ സമയത്ത് അവിടെ അല്ല, ഓറഞ്ച് ഇല്ല. അപ്പൊ എനിക്ക് തോന്നി ഓറഞ്ച് അത്യാവശ്യം ഡിമാൻഡുള്ള സാധനമാണെന്ന് തോന്നുന്നു അല്ലേ. ഓറഞ്ച് ആണോ ഡിമാൻഡ് ഉള്ളത്? ഞാൻ കൊടുവള്ളി നോക്കിയിട്ട് ഓറഞ്ച് കളർ കിട്ടിയില്ല, അതാ അങ്ങോട്ട് വന്നത്. ഉണ്ടല്ലേ. ആ എൻ്റെ വൈഫിന് കൊടുക്കുമ്പോൾ എപ്പോഴും നല്ലത് കൊടുക്കണം എന്ന് എൻ്റെ ഒരു ആഗ്രഹം. ഇവിടെ പറഞ്ഞ എൻ്റെ വൈഫിന് കൊടുക്കുമ്പോ നമ്മളെ സ്പെഷ്യൽ ആളല്ലടോ, അപ്പൊ നമ്മള് ഏറ്റവും നല്ലത് കൊടുക്കാൻ ശ്രമിക്കും. താങ്ക് യു. വാക്കുകൊണ്ട് മാത്രമല്ല പ്രവൃത്തി കൊണ്ടുണ്ടല്ലോ. ഇവർക്ക് ആദ്യം കാണിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയ ഫോണ്. അപ്പോൾ ഇത് നമ്മൾ ഷെമിക്ക് കൊടുക്കുമ്പം ഷെമിൻ്റെ എക്സ്പ്രഷൻ എന്താന്ന് നോക്കാം. അതെ. പിന്നെ എന്താ പേരെന്താ?
ഡിൻസ് നിലമ്പൂരുകാരനാണ്. നിലമ്പൂർ വീഡിയോ കാണലുണ്ടോ ഞങ്ങളെ TT ഫാമിലിന്റെ വീഡിയോ? ഫാമിലി ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോ കണ്ടിട്ടുണ്ട്. അങ്ങനെ സമയം കിട്ടാറില്ല. ആണോ? ഏതായാലും ഇൻഷാല്ലാ. ഓക്കെ, ഇവിടെ തന്നെ സ്റ്റേ ഇവിടെ തന്നെ അല്ലേ? ഓക്കെ, അത് പെട്ടെന്ന് നമ്മൾ പോയിട്ട് 3 വട്ടം ശരിയാക്കി തന്നു. അതെ അതെ, നല്ല സർവീസാണ്, നല്ല എന്താ പറയുക പരിഗണനയാണ് കസ്റ്റമറോട്. അതെ അതെ. അപ്പോൾ ഏതായാലും ഓക്കെ. അപ്പോൾ ആളുടെ ബർത്ത്ഡേ ആണോ? വൈഫിന്റെ ബർത്ത്ഡേ അല്ല, ആനിവേഴ്സറി. അപ്പോൾ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു. പ്രാർത്ഥിക്കൂ. വണ്ടി വെച്ചേടാ. അതെ, എന്താ ചെയ്യാ. നമുക്കേ റിമോട്ടുള്ള ഇങ്ങോട്ട് ഞാൻ പിന്നെ അങ്ങനെ നോക്കല്ലേ, അതിങ്ങനെ അടിക്കും. പി എവിടെ നിന്ന് ചെല്ലുന്ന അങ്ങോട്ടൊക്കെ അങ്ങ് പോകും. ഇവിടെ ഉണ്ട്. ആ കേട്ടോ, സൗണ്ട് കേട്ടോ? എന്റെ പാവം വണ്ടി വരുന്നോ, കരിയുണ്ട്. നോക്ക് ഇന്നെ കാണാത് കാണില്ലല്ലോ. ഇവ കിട്ടി. ആരും പേടിക്കണ്ട, സാധനം കൈ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മള് ഫോൺ ഇതാക്കിന്, അതുപോലെ ഇതാക്കിന് കേക്കും ആയിട്ടുണ്ട്. ഇനി ഞാൻ ഷെമീനെ ഇപ്പൊ വിളിച്ചു പറഞ്ഞത്, ഷെമി നമുക്ക് പിന്നെ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ പോകണം, ഒന്ന് മാറ്റി നിൽക്കുന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പക്ഷേങ്കിൽ ഓൾ ഉറങ്ങുകയാണ്. ആഴ്ച സ്കൂളിട്ട് വന്നപ്പം ഇപ്പം അങ്ങോട്ടൊക്കെ നമ്മൾ രാവിലെ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് ഫോണില്ലായിട്ട് പിന്നെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ഈ മമ്മൂട്ടി ഒരു പടുത്ത് പറയുന്നുണ്ട്, ചക്ക വാങ്ങാൻ വേണ്ടി ചക്ക അന്വേഷിച്ചു, ചക്കപ്പുറത്ത് അങ്ങനെ സാധനമല്ലേ. അതുപോലെ നമ്മൾ ഫോൺ അന്വേഷിച്ച് ഓരോ സ്ഥലത്ത് പോയി. പക്ഷേങ്കിൽ കിട്ടുമ്പോൾ അവസാനം 4 മണി 3:45 ഗൈസ്, അത്രയും സമയമായി. അപ്പോൾ ഏതായാലും ആയിഷ് വന്നിരിക്കണം. അപ്പോൾ ഏതായാലും ഷെമി പറഞ്ഞതിൻ്റെ അടുത്ത് നമ്മൾ വീഡിയോ ഒക്കെ പിന്നെ എടുക്കുക, ഇനി ഒരു കാര്യം ചെയ്യും, ഇനി ഞാനൊന്ന് ഉറങ്ങി എണീക്കട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കണം. അപ്പോൾ മാറ്റുമല്ലോ എന്നൊന്നും അറിയില്ല. ഞാൻ ഷെമീൻ്റെ അടുത്ത് മാറ്റി നിൽക്കാനൊക്കെ പറഞ്ഞിരിക്കണ്. എന്താണെന്ന് അറിയേ, ഞാൻ പറഞ്ഞില്ല എല്ലാം ഷെമീൻ്റെ കാര്യമാണ്. വിളിച്ചോ കേട്ടോ, മാറ്റിക്കുന്നല്ലോ. ഞാൻ പറഞ്ഞില്ല ഉറങ്ങാന്ന്. അപ്പോൾ ആയിഷു വൈകി ഫോൺ എടുക്കും, കാറും ആയിഷു കാട്ടും കാണുകയായിരിക്കും. ഞാൻ വിളിക്കും, ആയിഷു കട്ട് ചെയ്യും. ആ ഷെമിയായി റെഡി ആയില്ലേ? ഷെമീന നീ റെഡി ആയില്ല ഇതുവരെ? എങ്ങോട്ട്? നമ്മൾ റീൽസ് എടുക്കണ്ടേ? നമ്മൾ പറഞ്ഞല്ലേ. ഞാൻ അങ്ങനെയൊന്നുമില്ല. ടീഷർട്ടും പിന്നെ ഇതും അതില്ലേ ഒരു എന്ത് കളർ? കാപ്പി കോഫി കളർ, ബ്രൗൺ. അജുണ്ട്. ഞാൻ എന്താ വീടിന്റെ അടുത്തെത്തി. ഞാൻ ആട്ട് വരെ. ഞാൻ അടുത്ത് വേഗം മാറ്റൂ. സംഭവം ഉറപ്പാ. ചിലപ്പോ ആനിവേഴ്സറി എന്നുള്ളതിൽ ചിലപ്പോ കേക്ക് ഒക്കെ പ്രതീക്ഷിക്കാൻ ചാൻസ്, അത് ഉറപ്പാണ്. അത് ഞാൻ പറയുന്നില്ല. ഇത് ഓള് പ്രതീക്ഷിക്കൂല എനിക്ക് ഉറപ്പാ. പക്ഷെ അത് ഞാൻ എവിടെ വെക്കടോ? അത് ഇങ്ങനെ എവിടുന്ന് എടുക്ക? ഇവിടെ ആരേലും എവിടെ വെക്കാം അല്ലേ? ഫോണ് ഒന്ന് ഇവിടെ വന്നപ്പോ ഒന്ന് വീണ് പൊട്ടിയോ? പേക്ക് ഒട്ടിക്കണ്ടത് ഇങ്ങനെ എടുത്ത് കത്തിയൊക്കെ വെക്കുമ്പോ സെറ്റ്. അറിയില്ലല്ലോ. പെർഫെക്റ്റ്. ഓക്കെ, റെഡിയാ? ലെറ്റ്സ് ഗോ. ബാ. ഇവിടുത്തെ പോത്തിന് വേണ്ടിയില്ലല്ലോ അടോക്ക്. ആർക്കറിയാം, അടിപൊളി സാധനല്ലേ? സെറ്റല്ലേ? ശരിയാ. നോട്ടെ നല്ല കാണട്ടെ. ഞാൻ ഇതൊന്ന് ചെറിയ പരിപാടിയിലാ. റാത്തല്ലേ? ഇവിടെ എന്നാ പോരെ? ഞാൻ ഇപ്പൊ ചെറിയ പരിപാടിയിലായിരുന്നു. ആയിക്കോട്ടെ. ഞാൻ വിചാരിച്ച് മുമ്പേ വന്നപ്പോ സംഭവം കൊടുക്കാൻ പറ്റൂല. ഷെമിയേ, അവിടെ വെള്ളമുണ്ട് കേട്ടോ, വെള്ളമുണ്ട്, ശ്രദ്ധിച്ചോ. ഷൂ വെച്ചോ.
ഷെമിയേ 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 മാറ്റിയില്ലേ? ആ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മിസ്സിസ് ഷമീന ഷഫീഖ്. അങ്ങനെ തന്നെയല്ലേ മിസ്സിസ് ഷമീന ഷഫീഖ്? മിസ്സിസ് ഷമീന ഷഫീഖ് അല്ലേ? മാറ്റണ്ടോ? മാറിപ്പോയോ? ആയിഷടാ ആയിഷു വണ്ടിയിലല്ലേ? ആയിഷടാ എവിടെ മാറ്റിയോ? എങ്ങനെയുണ്ട് ഈ ഇതുവരെയുള്ള ഈ 7 വർഷത്തെ കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ച് പറഞ്ഞതാ. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള ക്യാമറ ഓഫ് ആക്കിട്ട. അതല്ല എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നിങ്ങളെ ലൈഫൊക്കെ എങ്ങനെ പോണ്? ആ ചെക്കല്ല ഷെഫിന്റെ കൂടെയുള്ള ലൈഫൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവാ. അഡ്ജസ്റ്റ്മെന്റ് ആണോ അല്ലെങ്കിൽ ആള് പുളിയാണോ? പകുതിയും പകുതിയാ. 100 നമുക്ക് എത്ര മാർക്ക് കൊടുക്കാം? 70. ഓക്കെ ഓക്കെ. അപ്പൊ ഏതായാലും നമ്മൾ 4 കേക്ക് കട്ട് ചെയ്യും അല്ലേ? ഐഷു ഐഷു കേക്ക്. അപ്പൊ ഈ ഷെമിതാക്കണ കട്ട് ചെയ്യാൻ വേണ്ടി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചൺ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഷെമിയ സ്പീഡാക്കിട്ടോ, ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. ഐഷു എന്താ ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇന്ന് ആനിവേഴ്സറി ആയിട്ട്. ഞാൻ പിന്നെ ഏതായാലും കട്ട് ചെയ്തിട്ട് കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ച് വീഡിയോ എടുക്കാന്. എന്താണ് ഷോപ്പത്തേക്ക് അവസ്ഥ? ഞാൻ വിളിച്ചു നോക്കിണ്ടോ നട്സ് വാങ്ങാൻ പോവാറിന്. അതല്ലാണ്ട് ഷോപ്പത്തെ അവസ്ഥ എന്താണ്? ബിസിനസ് എങ്ങനെ പോണു? അതല്ല എന്താ വിളിച്ചു നോക്കിയോ ഇനി ഷോപ്പിലേക്ക്? എന്താ പറയുന്നേ? നേരോ ഇത് കാണാനൊന്നുമില്ല, കാണുന്നില്ല എന്നാവശ്യം. അപ്പൊ ഏതായാലും കേക്ക് കട്ട് ചെയ്യാണ്. ഐഷു ഇത് ഞങ്ങളാട്ടെ കട്ട് ചെയ്യേണ്ടത്, ഇത് ഞങ്ങളെ ആനിവേഴ്സറി ആണ്. അപ്പൊ ഐഷുവിന് ഇപ്പൊ 5 വയസ്സിലേക്ക്, ഐഷു ഇപ്പൊ എത്ര വയസ്സിലേക്കാ? 5ലേക്ക് പോവാണ്. അപ്പൊ നമ്മള് എത്ര പെട്ടെന്നല്ലേ ദിവസങ്ങളും മാസങ്ങളൊക്കെ പോണത്. എനിക്ക് ഓർമ്മ ഉണ്ടോ ഷെമേ? ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. എനിക്ക് ഓർമ്മ ഉണ്ടോ നമ്മളെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ അടുത്ത് ആൾക്കാർ പറഞ്ഞത് ഇത് ഈ ബന്ധം ഒരു 3 മാസം പോലും പോലാന്ന് പറഞ്ഞ ബന്ധം മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഇപ്പൊ അതെ 7 വർഷം. എനിക്ക് കൺഫ്യൂഷൻ ഏനാണോ അത് ഞാൻ അങ്ങനെ. അപ്പൊ ഏതായാലും അതല്ല രമേ, ഞാൻ എന്റെ ലൈഫിലേക്ക് വന്നപ്പോ നീ തുടങ്ങിയ പരിപാടി ഇവിടെ ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയാ. സുന്ദരിക്കുട്ടി ആശു കളറൊക്കെ ചെയ്തിക്കണേ ഇവിടെ മുടി. ക്ഷമേ ഈ 7 വർഷമായിട്ട് എൻ്റെ ലൈഫില് ഇതിന്റെ മുമ്പ് ഞാൻ ഇല്ലാത്ത ടൈമും ഞാൻ ഉള്ള സമയത്തിനെ കുറിച്ചും 2 വാക്ക്. എല്ലാത്തരം പിന്നെ അങ്ങനെ ഫുഡൊന്നും വേണ്ടല്ലോ. ഉണ്ടാക്കി അല്ലെങ്കിൽ ഇപ്പോഴും എവിടെ പോയാലൊക്കെ സുഖ. രാവിലത്തെ പത്തിരിമേലൊക്കെ അങ്ങ് ഒതുക്കും. ഉണ്ടെങ്കിൽ ചോറ് ഫുഡ് പറയാന് വേറൊന്നുമില്ല. വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. പ്രശ്നങ്ങളെ കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്. ഇത് കഥയല്ല, ജീവിതമല്ല. ഇവിടെ അല്ലേ ഇവിടെ നടക്കണേ. ഇവിടെ സന്തോഷത്തിനെ കുറിച്ച് സംസാരിക്കും. സന്തോഷമൊക്കെയാണ്, സന്തോഷം ഉണ്ടാവല്ലോ. സന്തോഷാണോ? അപ്പൊ ഏതായാലും ഇതാണ് സർപ്രൈസ്. ആൾമാരെ കുറച്ച് പൈസ പോയിക്കുന്നു. ഞാൻ അതറിയാനും നേരത്തെ വിളിച്ചു. ഇതിങ്ങനെ നല്ല തുറക്കല് പൊട്ടിക്കണം. പൊട്ടിക്കണോ? ഇവിടെ ഇങ്ങനെ വലിച്ചോ.
അല്ല എനിക്ക് അറിയൊക്കെ ചെയ്യും, ഞാനും കൊറേ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അറിയൊക്കെ അറിയൊക്കെ ചെയ്യാതെ തപ്പ് എനിക്ക് അറിയൊക്കെ ചെയ്യാതെ ഇറങ്ങിയത് ഇവിടെ ഈ സാധനല്ലേ ഇതിങ്ങനെ അങ്ങോട്ട് വലിക്കും. അന്നത്തെ എന്തേതാ സംഭവിച്ചേ? ഇതിങ്ങോട്ട് വലിക്കും. എനിക്ക് ഞാനൊന്നുകൊണ്ട് ഉഷാറാവട്ടെ, അവിടെ വായിക്കെടുക്കുകയാണ് ഞാന്. ഇതെന്തേ എങ്ങനെ ഇത് എനിക്ക് വേണ്ടേ? എനിക്ക് ഫോണ് വേണമെന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മല്ലേ? എനിക്ക് വേണം. പിന്നെ ക്യാമറയിലേക്ക് നോക്കി കണ്ണൊന്ന് കാണണ്ടേ? കണ്ണിലൊന്നുമില്ല. സന്തോഷം വന്നാരോ കാര്യം കണ്ണ് നോക്കട്ടെ. ഇല്ലല്ല, ഞാൻ കരയൂല. എല്ലാരും കരയുന്നില്ല, അതങ്ങിന്റെ കണ്ണിലേക്ക് നോക്കണം. ഞാൻ അങ്ങനെ കരയുന്നതാണ്. കണ്ണ് നിറഞ്ഞിക്കണു. ഇല്ലല്ല, ആനന്ദ കണ്ണീര് ആനന്ദ കണ്ണീർ പിടിക്ക്. ആ അല്ലെ ഒരു വളർച്ച. നല്ലത് തുറന്നോ ഓപ്പൺ ദ ബോക്സ്. ഇനി പേരുള്ള വേറെ സർപ്രൈസ് ഒന്നുമില്ല. എന്നാ വൈഡ് ആംഗിൾ വെച്ചോ. പറ്റിക്കാ നീ ഇപ്പഴാ ശരിക്കും കോമഡി. പിന്നെ എനിക്ക് പറയാൻ കിട്ടില്ല. ആ നിക്കു, ഞാൻ നോക്കട്ടെ. നിനക്ക് തന്നെ അല്ലേ ഏതെടുക്കല്? അല്ല എനിക്ക് അറിയാന്നാണല്ലോ പറഞ്ഞേ. എനിക്ക് എന്നാണോ ഇത്? ആ ശരി, അല്ലാണ്ട് ഞാൻ ആർക്ക് വാങ്ങിക്കൊടുക്ക വിശ്വാസല്ല. ആണോ? ഷെമിന്റെ ഫോൺ ഇതുവരെ ഉപയോഗിച്ച ഫോൺ ഏതാണെന്നറിയോ? ഏതായിരുന്നു ഷെമി? നമ്മൾ അന്ന് വാങ്ങിയതല്ലേ? സാംസങ്ങിന്റെ ഫോണായി. സാംസങ് ആണത്. ഫോണായി ഇതുവരെ ഉപയോഗിച്ചത് ഷെമി. അപ്പൊ എന്റെ അടുത്ത് എന്നോ ആയി ഇങ്ങനെ പറയുന്നത്, എനിക്ക് ഫോൺ ഇങ്ങനെയൊക്കെ ആ ഫോണിലൊക്കെ നല്ല രസമല്ലേ, ഫോട്ടോ എടുത്താലേ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ സിഗ്നൽ ഇങ്ങനെ തരുന്നുണ്ട് വേണം എന്നുള്ളത്. ഇഷ്ടായോ? പിന്നെ പ്രതീക്ഷിച്ചോ ഇത്? ഇല്ല, ശരിക്കും ശരിക്കും അറ്റാക്കാവട്ടെ. എനിക്കെങ്ങനെ അങ്ങോട്ട് വാങ്ങിയാല് തുറന്നോ. ഇതൊക്കെ ചെയ്ത് ഇവിടെ സ്വിച്ച്. ഇപ്പൊ അത് പഠിക്കണ്ടേ? ഈ സ്വിച്ച് ഞാൻ ഓരോന്ന് പറഞ്ഞു കൊടുക്കണോ? ഈ സ്വിച്ച് നിങ്ങളുടെ വലതു ഭാഗത്തേക്കുള്ള സ്വിച്ച് ഐഫോണിന്റെ പരസ്യ. അപ്പോൾ ഏതായാലും ഗൈസ്, ഇപ്പോൾ എന്താ പറയുക, ഷെമി കുറച്ച് ബിസിനസ്സും പരിപാടികളൊക്കെ ആയിട്ട് തിരക്കിലുമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോസുകൾ ഇപ്പോൾ കുറഞ്ഞതിനെ കുറിച്ച് ആൾക്കാർ ചോദിക്കുകയല്ലേ, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതൊന്ന് പറഞ്ഞാൽ ഞാൻ ഓപ്പൺ ആക്കി തരാം. അധികം ഞാൻ പിന്നെ പറയാം. ഓക്കെ. അപ്പോൾ ഏതായാലും കേക്ക് കട്ട് ചെയ്തിട്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഏതായാലും നിങ്ങളെ പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ ഇനിയും വേണം എല്ലാ കാര്യത്തിലും, അല്ലേ ഷെമിയെ? അതെ. അപ്പം ഞാനും ഹാപ്പിയാണ് 7 വർഷം എൻ്റെ കൂടെ നിന്ന്, എൻ്റെ എന്താ പറയുക, തോൽവിയിലും വിജയത്തിലൊക്കെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത്. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാ. ഓക്കെ, ബൈ ബൈ. ടാറ്റ ടാറ്റ ബൈ ബൈ പറഞ്ഞാൽ പൊട്ടട്ടെ എക്സ്പ്രസ് പറ.